നമ്മൾ എന്തിനോട് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്? എന്തിനാ? കേട്ടില്ല. സമാധാനത്തിനാണ്. ശരിയാണ്, ആത്യന്തികമായി ശരി തന്നെയാണത് അല്ലേ? സമാധാനം കിട്ടാനുള്ള മാർഗം എന്തേ ഉള്ളൂ? അലാബി ദിക്രില്ല, അള്ളാന്റെ ദിക്റേ ഉള്ളൂ. സമാധാനം കിട്ടണം നമുക്ക്. അള്ളാഹു അങ്ങനെ ഒരു സദസ്സാക്കി മാറ്റി തീർക്കുമാറാകട്ടെ. ഇലാഹൽ ഖൽഖി യാ അല്ലാഹ് സ്വലാത്തം മഅ സലാമില്ലാഹ് അലൽ ഹാദി നബിയില്ലാഹ് വഅള്ളിം ശഅനഹു അല്ലാഹ് സ്വലാത്തുല്ലാഹ് وإن كنا من الخالي عن الأنوار والحال نحب حبيبك العالي محمدنا رسول الله صلاة الله سلام الله ഷറൈറ്റില്ലേ? فسلمنا عن البلوى وكل الغيب مع التقوى وعن خال من الجدوى بشافعنا رسول الله صلاة الله سلام الله صلاة الله سلام الله على ياسين حبيب الله مع الطاعات قربنا وجملنا وهذبنا وبالمرضات أذبنا برحمتنا رسول الله صلاة الله سلام الله صلاة الله سلام الله على ووفقنا على الأعمال وثبتنا على الأقوال وسيرنا على الأحوال لهادينا رسول الله صلاة الله سلام الله رسول الله صلاة الله ഈ സ്വലാത്ത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഗതിയാണ് അല്ലേ? നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ ആ ദുആ ഇങ്ങനെ ആകാശലോകത്തേക്ക് ഉയർന്നു പോകാതെ മൗഖൂഫും ബൈന ശമാഇ വൽ അർദ്, ആകാശത്തിന്റെയും ഭൂമിയുടെ ഇടയിൽ ഇങ്ങനെ തങ്ങി നിൽക്കും. അത് ഉയർന്നു പോകണമെങ്കിൽ എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. മുത്തുനബിയുടെ മേലുള്ള സ്വലാത്ത് നമ്മുടെ ദുആ സ്വീകരിക്കാൻ, നമ്മുടെ സദസ്സ് സ്വീകരിക്കാൻ ഏറ്റവും അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ദുആ തുടങ്ങുന്നതിന് മുമ്പ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി, പിന്നെ ദുആ നിർത്തുന്നത് എങ്ങനെയാ? വസല്ലല്ലാഹു അലാ സയ്യിദിനാ, അവിടെയും സ്വലാത്ത്. എന്തേ കാരണം? സ്വലാത്ത് എന്തായാലും അല്ലാഹു സ്വീകരിക്കും. അപ്പൊ അതിൻ്റെ ഇടയിലുള്ള ദുആ അവന്റെ കാരുണ്യം കൊണ്ട് അവൻ തട്ടിക്കളയൂലല്ലോ എന്നുള്ള പ്രതീക്ഷയാണ്. അപ്പൊ സ്വലാത്ത് കൊണ്ട് നമ്മൾ തുടങ്ങാൻ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇലാ ഹദ്റത്തിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ-ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإلى حضرات آله وأهل بيته وخلفائه الراشدين المهديين
وأزواجه الطاهرات أمهات المؤمنين وإلى حضرة شيخنا وغوثنا غوث الأعظم قطب الأقطاب الشيخ محي الدين عبد القادر الجيلاني وإلى حضرة شيخنا شمس دائرة العرفان الشيخ أبي الفضل السيد محمد جلال الدين البخاري قدس الله سره العزيز وإلى حضرة سائر مشايخنا في السلسلة القادرية والرفاعية والشاذلية والنقشبندية قدس الله أسرارهم ونفعنا بهم. الفاتحة. أعوذ بالله من الشيطان الرجيم. صراط നമ്മളിപ്പോ ദിക്ർ മജ്ലിസിലേക്ക് കിടക്കാണ്. തുടങ്ങും മുമ്പ് കുറച്ച് സ്വലാത്തില്ലല്ലോ. ആ ദിക്റിന്റെ സ്വീകാര്യതക്ക് പോലും, അതായത് അള്ളാഹു, ഇതിന്റെയൊക്കെ ഒരു അർത്ഥം എന്താണ്? അള്ളാഹുവിലേക്ക് എത്താനുള്ള ഒരു മാധ്യമം നമുക്കുണ്ട്. ആരാണത്? മുഹമ്മദ് റസൂലുള്ളാഹ്. ആ മുഹമ്മദ് മുസ്തഫയിലേക്ക് എത്താനുള്ള മാധ്യമങ്ങൾ വേറെയുണ്ട്. പക്ഷെ അള്ളാഹുവിലേക്ക് എത്തണമെങ്കിൽ ആരിലൂടെ പറ്റുള്ളൂ? നമുക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് സ്വലാത്ത് കൊണ്ട് തുടങ്ങാം. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. മണിമുത്ത് മദീനയിലാണോ മന്ദാര ചെപ്പിൻ്റഴകാണോ സല്ലല്ലാഹു എന്താണ് അഴകിനെ പോലും വർണ്ണിക്കാനുള്ള കാരണം? റബീഅ റളിയല്ലാഹു അൻഹു രാത്രിയിൽ, തണുത്ത രാത്രിയിൽ വെള്ളം കൊണ്ടുവന്ന് കൊടുക്കാണ് തഹജ്ജുദ് നിസ്കരിക്കാൻ മുത്തുനബിക്ക്. ഉടനെ പറയാൻ, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസല്ലേ, ചോദിച്ചോ, എന്ത് വേണമെങ്കിലും ചോദിച്ചോ. ആരോട്? എന്നോട് ചോദിച്ചോ. ചെറുതൊന്നുമല്ല ചോദിച്ചത്, സ്വർഗം വേണമെന്നൊന്നുമല്ല. സ്വർഗവും അവരെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമല്ല. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗത്തിൽ അങ്ങയുടെ കൂട്ട് വേണം നബിയെ. അങ്ങയുടെ ഒരു എളിയ ഹാദ്യമായിട്ട് സ്വർഗത്തിൽ പണിയെടുക്കാൻ പറ്റിയാൽ അത് മതി. നൂറ് മുഹമ്മദ് ആസ്വദിക്കണം. എന്താസ്വദിക്കണം? സ്വർഗത്തിലെ ഏറ്റവും വലിയ ആനന്ദം മുത്തുനബിയെ നോക്കിയിരിക്കലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിൽ അരുവികളുണ്ട്, മറ്റതുണ്ട്, മറിച്ചതുണ്ട്, പലതുണ്ട്. അതിലൊന്നും ലഭിക്കാത്ത ആനന്ദം എവിടെയുള്ളത്? നൂറ് മുഹമ്മദ്. അതാണ് നൂറ് മുഹമ്മദ്. അങ്ങനെ പോയാൽ എങ്ങോട്ടെത്തുള്ളൂ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി നൂറ് മുഹമ്മദ് സല്ലല്ലാഹു. ആ നൂറ് മുഹമ്മദ് കിട്ടലാണ് സ്വലാത്ത് കൊണ്ട് നമ്മുടെ ലക്ഷ്യം. ആ മുത്തുനബിയെ കാണലാണ്. സ്വർഗത്തിൽ ആ നൂറ് മുഹമ്മദിൽ ലയിച്ചിരിക്കലാണ്. അങ്ങനെ ലയിച്ചിരിക്കുന്നവർക്ക് നാഥനായ റബ്ബിന്റെ തിരുദർശനം ഉണ്ടാവുള്ളൂ. അള്ളാഹു അത് ആസ്വദിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. മനസ്സറിഞ്ഞൊന്ന് ചൊല്ലിക്കെ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. أحمد الله الولي صلى على خير النبي باسم خير منجليا سيدي خير النبي. لا إله لا إله
ഇല്ലല്ലാഹു توبة طالبت منك يا شفيع المذنبين توبي طهر عن سواك سيدي خير النبي لا إله إلا الله لا إله إلا الله الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا خير النبي لا إله إلا الله لا إله إلا الله അപ്പൊ നമ്മള് സമാധാനം കിട്ടാനിരിക്കുകയാണ് അല്ലേ? കഴിഞ്ഞ ഖുർആൻ ക്ലാസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ദിക്ർ, ഏത് ദിക്ർ ചൊല്ലിയാലാ നമുക്ക് സമാധാനം കിട്ടുക? ഏത് ദിക്റ? ആര് ചൊല്ലിയ ദിക്ർ? അമ്പിയാക്കളും സ്വാലിഹീങ്ങളും പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ഏത് ദിക്ർ കൊണ്ടാണോ ആ ദിക്ർ. ഏതാണ് ആ ദിക്ർ? ഇന്ന മഅ റബ്ബി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് എന്നുള്ള ബോധ്യത്തിലുള്ള ദിക്ർ. എന്റെ കൂടെ ആരുണ്ട്? എന്റെ റബ്ബുണ്ട്. അതൊരു ബോധ്യമായി വരണം. ആ ബോധ്യത്തിൽ ചൊല്ലുന്ന ദിക്ർ ഫലം ചെയ്യും. ആ ദിക്റാണ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയത്തിന് സമാധാനം തരുന്ന ദിക്ർ. അല്ലാഹ് കൂടെയുണ്ട് എന്നുള്ള ബോധ്യത്തിൽ ചൊല്ലുന്ന ദിക്ർ. എന്റെ റബ്ബന്റെ കൂടെയുണ്ട്. അല്ലേ? ഞാൻ തനിച്ചാണോ? ഞാൻ തനിച്ചാണോ? ആണോ? ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹ് പറയുന്നില്ലേ, എന്നെ കുറിച്ച് ചോദിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കണം നബിയേ, ഞാൻ എവിടെയുണ്ട്? അടുത്തുണ്ട്. നമ്മൾ തനിച്ചല്ല, നമ്മൾ ഒറ്റക്കല്ല, അവൻ കൂടെയുണ്ട്. എന്റെ മുഴുവൻ കാര്യങ്ങളും അവൻ ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ള ബോധ്യത്തിൽ മനസ്സറിഞ്ഞു ചൊല്ലണം. മനസ്സറിഞ്ഞൊന്ന് ചൊല്ലിക്ക്. ലാ ഇലാഹ ഇല്ലാ അൻത യാ ഹയ്യു യാ ഖയ്യൂം. لا إله إلا أنت يا حي يا قيوم. لا إله إلا أنت يا حي يا قيوم. إلهي أظهر إلى ظاهري سلطان لا إله إلا الله. إلهي أظهر إلى ظاهري سلطان لا إله إلا الله. إلهي أظهر إلى ظاهري سلطان لا إله إلا الله. وحقق باطني بحقائق لا إله إلا الله. وحقق باطني بحقائق لا إله إلا الله. وحقق باطني بحقائق لا إله إلا الله. ഒരുപാട് കള്ളന്മാരുണ്ട് നമ്മുടെ ഇടയിൽ അല്ലേ? കള്ളന്മാരായ മനുഷ്യന്മാർ. എന്തുകൊണ്ടാണ് അവർ തെറ്റ് ചെയ്യാത്തത്? ചില ഘട്ടങ്ങളിൽ അവർ തെറ്റ് ചെയ്യും, പക്ഷെ ചില സൂപ്പർ മാർക്കറ്റിലേക്ക് കയറുമ്പോൾ കുറെ സാധനങ്ങൾ അടിച്ചു മാറ്റണം എന്ന് അവരുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ എന്തുകൊണ്ട് അവർ ചെയ്യാത്തത്? എന്തുകൊണ്ടാണ്? എന്തുണ്ട്? ക്യാമറ ഉണ്ട് അല്ലേ?
സംഗതി ക്യാമറേനെ പേടിച്ചിട്ട് സ്നേഹമുള്ളതുകൊണ്ടൊന്നുമല്ല. നമ്മുടെ കൂടെ അല്ല ഉണ്ട്. ആരുണ്ട്? ഈ ബോധ്യമുള്ളൊരു മനുഷ്യൻ തെറ്റിയോ? എന്നെ പടച്ച് എന്നെ പരിപാലിക്കുന്ന എൻ്റെ റബ്ബ്, എനിക്കെല്ലാം തരുന്ന റബ്ബ്, ആ റബ്ബിന് ഇഷ്ടമല്ലാത്ത കാര്യം അവനെ സ്നേഹിക്കുന്ന ഞാനെങ്ങനെ ചെയ്യും? അല്ലേ? നമുക്കൊരിക്കലും തൃപ്തിയില്ലാത്ത കാര്യം നമ്മുടെ ഭാര്യ ചെയ്താൽ നമുക്ക് സഹിക്കാൻ പറ്റുമോ? നിങ്ങൾ പറയും പറ്റുമോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഇണ ആരും ആയിക്കോട്ടെ, ഒരു ഇണയ്ക്ക് മറ്റൊരിണ അവിഹിതത്തിൽ പോയി പെട്ടാൽ സഹിക്കാൻ പറ്റുമോ? പറ്റും. നിങ്ങൾ പറയും പറ്റുമോ? എന്നാൽ യഥാർത്ഥത്തിൽ ഖൽബിൽ വേണ്ടത് ആരാണ്? പറയും, ഉറക്കെ പറയും, ആരാണ്? അള്ളാഹ്ക്ക് പകരം മറ്റു പലതിനെയും, സമ്പത്തിനെയും ദുനിയാവിനെയും മറ്റു പല സംഗതികളെയൊക്കെ കൊണ്ടുവന്ന് കൽബിൽ വെച്ചാൽ അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിൽ അവിഹിത ബന്ധം നടത്തിയവരല്ലേ നമ്മൾ? അവിഹിതത്തെ കയറ്റിയവരല്ലേ നമ്മൾ? അല്ലേ? പിന്നെ എങ്ങനെയാണ് ആ ബന്ധത്തിന്റെ മധുര നമുക്ക് അനുഭവിക്കാൻ പറ്റുക? ഞാൻ ചോദിക്കട്ടെ, ഒരു ഭാര്യയും ഭർത്താവും, ഈ ഭർത്താവ് ഒരു അവിഹിത ബന്ധത്തിന് പോയി. ഇതാരറിഞ്ഞു? ഭാര്യ അറിഞ്ഞു. പിന്നെ ആ ജീവിതത്തിന് വല്ല രസം ഉണ്ടാവോ? സുഖം ഉണ്ടാവോ? ഞാനും എൻ്റെ റബ്ബും തമ്മിലുള്ള ബന്ധത്തിനിടയിലേക്ക് എൻ്റെ റബ്ബ് പൊരുത്തപ്പെടാത്ത പലതിനെയും ഞാൻ ഇലാഹാക്കി കൊണ്ടുവന്ന് ഞാനൊരു അവിഹിത ബന്ധത്തിലേക്ക് കടന്നാൽ എന്ത് രസാണ് അള്ളാഹും ഞാനും തമ്മിലുള്ള ബന്ധത്തിലുണ്ടാവുക. എന്ത് രസം എൻ്റെ നിസ്കാരത്തിനുണ്ടാവുക, എന്ത് രസം എൻ്റെ നോമ്പിനുണ്ടാവുക. എപ്പോഴൊന്ന് ബാങ്ക് വിളിക്കണത്, മനുഷ്യൻ നോമ്പ് പിടിച്ചിട്ട് ആകെടങ്ങാറായി. അതിലൊരു സുഖം അനുഭവിക്കാൻ പറ്റൂല. തറാവി നിസ്കാരം തുടങ്ങുമ്പോ തന്നെ പടച്ചോൻ എത്രയായി തീരണില്ലല്ലോ, 2, 4, 6, 8, 10 തീരണില്ല. മറ്റേ ഗ്രൂപ്പിന്റെ കൂടെ പോയിരുന്നെങ്കിൽ 8 മതിയായിരുന്നു, പക്ഷെ അതൊന്നാലും നീളുള്ളൂ. അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും. നമുക്കതിലൊന്നൊരു സുഖം കണ്ടെത്താൻ പറ്റണില്ല. എന്താ കാരണം? അള്ളാഹുവുമായുള്ള ബന്ധത്തിൽ ചതി ചെയ്തവരാ നമ്മൾ. അങ്ങനെ ചതിക്കുന്നവരാണ് നമ്മളെങ്കിൽ നമുക്ക് ദിക്ർ കൊണ്ട് സുഖം കണ്ടെത്താൻ പറ്റുമോ? അല്ലേ? കള്ളൂഷാപ്പിൽ നീ കേറിടാത്തത് സ്വർഗക്കള്ളിന് കൊതിച്ചിട്ടോ, പെണ്ണിനാലെ നീ നാറിടാത്തത് ഹൂറിമാരെ നീനച്ചിട്ടോ. എന്താ മോനെ കള്ളു കുടിക്കാത്തത്? സ്വർഗത്തിലെ കള്ള്. എന്താടോ പെണ്ണ് കുടിക്കാൻ പോകാത്തത്? സ്വർഗത്തിലെ പെണ്ണ്. അല്ലല്ല, ഖൽബിൽ അള്ളയുള്ളവൻ പറയേണ്ടത് എന്താടോ കള്ളു കുടിക്കാത്തത്? എൻ്റെ റബ്ബിന് ഇഷ്ടമല്ല. എന്തേ ഹറാമായ വ്യഭിചാരത്തിലേക്ക് എൻ്റെ റബ്ബിന് ഇഷ്ടമല്ലെന്നേ. എൻ്റെ റബ്ബിന് ഇഷ്ടമല്ലാത്തത് ഞാൻ എങ്ങനെയാ ചെയ്യാ? ഞാൻ അവൻ്റെ അബ്ദല്ലേ, ഞാൻ അവൻ്റെ അടിമയല്ലേ? ആ ബോധ്യത്തിൽ ജീവിക്കണം. ആ ബോധ്യത്തിൽ ജീവിച്ചാൽ നമ്മൾ ആരായി? മുത്തഖിയായി. ആരായി? ഉറക്കം വരുന്നുണ്ടോ? ഉറക്കം വരരുത്. ഉറക്കം നമ്മളിങ്ങനെ ശൈത്താൻ വന്നിട്ട് മുത്തഖിയായി. ആരായി? നിങ്ങൾ മുത്തഖിയായാലേ, നിങ്ങൾ ഒരു കുടുക്കിൽ പെട്ട് കിടക്കുകയാണെങ്കിൽ അള്ളാഹ് അവിടെ നിന്ന് നിങ്ങളെ പൊക്കിയെടുക്കും. ദുനിയാവിലെ കഥ പറയണം, ആഖിറത്തിലല്ല. ദുനിയാവിലെ തന്നെ നിങ്ങൾ ഉദ്ദേശിക്കാത്ത മാർഗത്തിലൂടെ അള്ളാഹു നിങ്ങളെ സഹായിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. ആരെ സഹായിക്കും? അങ്ങനെ ദുനിയാവ് കിട്ടിയ ഒരു സ്വഹാബിയുടെ കഥ ഞാൻ പറഞ്ഞു തരട്ടെ, പറയട്ടെ. ഔഫ് ഇബ്നു മാലിക്, കേട്ടില്ല? സ്വഹാബിയാണേ ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. പാവപ്പെട്ടവനാ, ഒന്നുമില്ല അതില്, ഫക്കീറാൻ. ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബം നോക്കണത് സ്വന്തം മോനാണ് സാലിം. ആരാണ്? സാലിം റളിയല്ലാഹു അൻഹു ആണ്. നന്നായി കഷ്ടപ്പെട്ട് കുടുംബം നോക്കണ മനുഷ്യന്. ഒരു ദിവസം കുറച്ച് മല്ലന്മാരായ ജൂതന്മാര് വന്ന് സാലിമിനെ തട്ടിക്കൊണ്ടുപോയി. കുടുംബത്തിൽ ആകെ സങ്കടം. ഉമ്മയും ബാപ്പയും നിന്ന് ആകെ വിഷമിക്കാൻ തുടങ്ങി. ഔഫ് ഇബ്നു മാലിക്കിന്റെ അത്താണി ആരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളാണ്. ഓടിച്ചെല്ലാണ്, യാ റസൂലല്ലാഹ്, എന്റെ മോനെ കുറച്ച് ജൂതന്മാരിങ്ങനെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടല്ലോ നബിയേ, ഇത്തഖില്ല വസ്ബിരി. അള്ളാഹുവിൽ സൂക്ഷിക്ക്, അള്ളയില്ലേ കൂടെ, ക്ഷമിക്ക്. ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ, ധാരാളം ചൊല്ലിക്കോ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് റസൂൽ പറഞ്ഞെടുത്ത്. നമ്മൾ എന്തോരം ചൊല്ലുന്നുണ്ട്? വല്ലതും സംഭവിച്ചോ? എന്തതിന്റെ അർത്ഥം? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. തഴവ ഉസ്താദ് പാടിയില്ലേ, ചൊല്ല് ലാ ഹൗല, ജീവിതം എപ്പോഴും സ്റ്റൈലാ. ലാ ഹൗല ചൊല്ലിയാൽ ജീവിതം എപ്പോഴും സ്റ്റൈല. എന്താ ലാ ഹൗലയിൽ ഉള്ളത്? പടച്ചോനെ, എനിക്ക് ഒരു കഴിവില്ലല്ലോ,
എൻ്റെ മോനെ തട്ടിക്കൊണ്ടുപോകാനായിട്ട് ജൂതന്മാർക്കും കഴിവില്ല പടച്ചോനെ, ആ മോനെ വീണ്ടെടുക്കാൻ എനിക്കും കഴിവില്ലല്ല. ഞാനൊരു അബുദാണ് പടച്ചോനെ. കഴിവുള്ളത് ആർക്ക് മാത്രം? ആ ബോധ്യത്തിൽ അത് ചൊല്ലിയിട്ട് നിന്നു കൊടുത്താൽ മതി. രാത്രി വരിരുന്നിങ്ങനെ ഉമ്മായും പാപ്പായും ചൊല്ലാൻ തുടങ്ങി. ഇതേ സമയം ജൂതന്മാരിൽ ബഹുഭൂരിഭാഗം ആളുകളും കള്ളുകുടിച്ച് പൂസായി കിടക്കാൻ. സാലിമ നല്ല മല്ലന, അള്ളാഹു പെട്ടെന്നൊരു പവറങ്ങ് കൊടുത്തു. സ്വഹീഹായ ഹദീസാണ് ഈ പറയുന്നത്. അവിടെ നിന്ന് എണീച്ച് ഉണർന്നിരുന്ന 4-5 ജൂതന്മാരെ അടിച്ച് നിരപ്പാക്കിയിട്ട് സാലിം റളിയല്ലാഹു അൻഹു ഓടി വരികയാണ്. ഓടി വന്നു എന്ന് മാത്രമല്ല, കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തോന്നി ഞാനെന്തിനാ വെറുതെ പോരുന്നത്, എന്നെ ആക്രമിച്ചു കൊണ്ടെന്നല്ലേ. അവിടെ നോക്കുമ്പോൾ 100 ഒട്ടകവുമുണ്ട്, 4000 ആടുകളുണ്ട്. ഇതിനൊക്കെ തളിച്ചുകൊണ്ട് വന്നു മദീനത്തേക്ക് സയ്യിദുനാ സാലിം റളിയല്ലാഹു അൻഹു. നേരം വെളുക്കാറായപ്പോൾ വാതിൽ ഇങ്ങനെ മുട്ടിവെക്കാണ്. വാതിൽ തുറന്നു നോക്കുമ്പോണ്ട് ഇവര് ലാഹുലം ചൊല്ലിയിരിക്കുകയാണ് ഉമ്മായും ബാപ്പായും. കാരണം ആ ബോധ്യത്തിലാണ് ചൊല്ലണത്, നമ്മൾ ചൊല്ലണ പോലെയല്ല. അവരാ ബോധ്യത്തിലാണ്. ആരും കൂടെ ഉണ്ട്? എന്നെ കൊണ്ട് ഒരു കഴിവില്ല, കഴിവുള്ളവനാര് മാത്രം. ആ ബോധ്യത്തിൽ അത് തിരിച്ചറിഞ്ഞ് ചൊല്ലാണ് അവർ. വാതിൽ മുട്ടിയേക്കാണ്. ബാപ്പ ഒന്ന് തുറന്നു നോക്കുമ്പോ അൽഹംദുലില്ലാഹ്, എന്റെ പൊന്നുമോന് താ മുമ്പിൽ നിൽക്കുന്നു. പക്ഷെ ബാക്കിലേക്ക് നോക്കുമ്പോണ്ട് കണ്ണത്താ ദൂരത്തോളം ആട്ടിൻപറ്റുണ്ട്, ഒട്ടകങ്ങളുണ്ട്. പേടിച്ചുപോയി. കേറാൻ വരട്ടെ റസൂലുള്ളാഹിനോട് ചോദിക്കണം. നേരോടാൻ ഇലാ ഹദ്റത്തി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ റസൂലല്ലാഹ്, എന്റെ മോനെ വീണ്ടും കിട്ടി, പക്ഷേ അവനിതാ കുറച്ച് സാധനങ്ങൾ എടുത്തുണ്ടാ വന്നേക്കണേ. നബി തങ്ങൾ ചോദിച്ചു എന്താ കൊണ്ടുവന്നത്? അത് കുറച്ച് ഒട്ടകങ്ങളും ആട്ടിൻപറ്റാണ്. അവിടുന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് സാലിമിന് കിട്ടിയ ഗനീമത്ത് സ്വത്താണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. ലാ ഹൗല കൊണ്ട് ഒരൊറ്റ രാത്രിയിൽ പാവപ്പെട്ടവനായ സാലിം കോടീശ്വരനായി മാറി. കോടീശ്വരൻ, 4000 ആട് അതിന്റെ ഉടമയായി മാറി സയ്യിദുനാ സാലിം. എന്തേ ചെയ്തുള്ളൂ? എനിക്കൊന്നിനും കഴിവില്ല, കഴിവുള്ളവൻ എന്റെ റബ്ബ് മാത്രമാണെന്നുള്ള ദിക്ർ ചൊല്ലി. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. എന്റെ മോളെ കെട്ടിക്കാൻ പൈസ ഇല്ല പടച്ചോനെ, എന്നെ കൊണ്ട് പറ്റൂല റബ്ബേ, ഞാൻ പലിശക്ക് പോകൂലല്ല, നീ ഹറാമാക്കിയതാണല്ല, നീ ഹറാമാക്കിയ ഒരു വഴിയിലേക്ക് ഞാൻ അടുക്കൂലല്ല. ഒരുത്തന്റെ മുമ്പിൽ പോയി കൈ നീട്ടാനും ഞാനില്ലല്ല, ഞാൻ നിന്റെ അടിമയാണ്, എനിക്ക് അന്തസ്സുണ്ടല്ല. ഞാൻ ഒരുത്തന്റെ മുമ്പിൽ കൈ നീട്ടാൻ പോകില്ല പടച്ചോനെ, നീ നടത്തണം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. നിനക്കാണ് കഴിവ്, എനിക്കൊരു കഴിവില്ലല്ല. നിന്നോ, ആ ബോധ്യത്തിൽ നിന്നോ. അള്ളാഹു നടത്തിത്തരും. ആര് നടത്തിത്തരും? അള്ളാഹ് ആകാശത്ത് നിന്ന് ഇറക്കിത്തരില്ല, അതിനുള്ള വഴി അല്ലാഹു ഒരുക്കിത്തരും. മിൻ ഹൈസു ലാ യഹ്തസിബ്. നിങ്ങൾ ഉദ്ദേശിക്കാത്ത, നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ അള്ളാഹു നിങ്ങളെ സഹായിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. അതാണ് അള്ളാഹ് കൂടെയുണ്ട് എന്നുള്ള ബോധ്യം. ആ ബോധ്യത്തിൽ ആ ദിക്ർ ചൊല്ലേണ്ടത്. നമ്മുടെ ദിക്ർ ഫലിക്കാത്തത് എന്താ? ഈ ദിക്ർ ഫലിച്ച് ഒറ്റ രാത്രി കൊണ്ട് കോടീശ്വരനായത് എന്തുകൊണ്ടാ? ദിക്ർ ബോധ്യത്തിൽ ചൊല്ലിയതുകൊണ്ടാ. നമ്മൾ എത്രയോ കൊല്ലക്കണക്കിന് ദിക്ർ ചൊല്ലുന്നുണ്ട്, എന്തേ അതിന്റെ സുഖം അനുഭവിക്കാൻ പറ്റാത്തത്? ആ ബോധ്യം കൽബിലേക്ക് വരാത്തത് കൊണ്ടാ. കൽബിൽ ആര് വേണം? അല്ലാഹ് കൂടെ വേണം, അല്ലാഹ് കൂടെ വേണം. മനസ്സറിഞ്ഞ് അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്, 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 ലാ ഇലാഹ ഇല്ലല്ലാഹ്. لا إله إلا الله، 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 لا إله إلا الله،
لا إله إلا الله 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 ഒരു നിമിഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ കൽബിൽ വേണ്ടത്? എനിക്ക് അല്ലാതെ ആരുമില്ല, അല്ലാതെ ആരുമില്ല. അത് പറയുമ്പോൾ നമ്മളിപ്പോഴുള്ള അവസ്ഥ എന്താന്ന്, നമ്മുടെ ഈ ഖുർആൻ ക്ലാസ്സിൽ വരുന്ന ആളുകളിലെ ക്യാൻസർ ബാധിതരായ ആളുകളൊക്കെ ഉണ്ട്. നമ്മുടെ ഈ ദിക്ർ ഹൽക്കൊക്കെ വരുന്ന ആളുകളിൽ അള്ളാഹു ശിഫ കൊടുക്കട്ടെ. ഏതവസ്ഥയിൽ നമ്മൾ നിൽക്കുമ്പോഴും ഇതെനിക്ക് തന്നതാരാ? തൃപ്തിപ്പെട്ടുകൊണ്ട് ഒരൊറ്റ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ മതി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം 1,00,000 ഹസ്ബി അല്ലാഹ് പറഞ്ഞോ? തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോ 1,00,000 തവണ ഹസ്ബി അല്ലാഹ് എന്ന് പറഞ്ഞോ? എത്ര തവണ പറഞ്ഞു? ഒരേ ഒരു തവണ ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹ് മതി. അതൊരു പറച്ചില, തീനെ തണുപ്പാക്കി മാറ്റി അല്ലാഹു റബ്ബുൽ ആലമീൻ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെങ്കടലിന്റെ മുമ്പിൽ നിൽക്കുക, ബാക്കിൽ ഫിർഔനുണ്ട്. അവിടെ നിന്നുകൊണ്ട് ഹസ്ബി അല്ലാഹ് ഹസ്ബി അല്ലാഹ് ഹസ്ബി അല്ലാഹ് ഹസ്ബി അല്ലാഹ് എന്ന് തസ്ബീഹ് മാല എടുത്തൊന്നും ഒരുപാട് ചൊല്ലിയിട്ടില്ല. ഒരൊറ്റ വാക്കി ഇന്നമഈ റബ്ബി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്. അവരൊറ്റ ദിക്ർ കടല് 2 പിളർന്നൊരു ഹൈവേ അങ്ങ് രൂപാന്തരപ്പെട്ടു.
അള്ള ഏതവസ്ഥ കൊടുത്താലും അവിടെ തൃപ്തിപ്പെട്ട് നിൽക്കലാണ് അള്ളാഹിനെ സ്നേഹിക്കുന്ന അടിമയുടെ സ്വഭാവം. ഒരു ഹദീസിൽ കാണാം, നാളെ ആഖിറത്തിൽ ഒരു മനുഷ്യൻ വരും. ആ മനുഷ്യനോട് അല്ലാഹു റബ്ബുൽ ആലമീൻ ചോദിക്കും, ദുനിയാവിലെ നിന്റെ അവസ്ഥ എന്താണ്? പടച്ചോനെ, നീ തന്നതിലൊക്കെ ഞാൻ തൃപ്തിപ്പെട്ടിട്ടുണ്ടല്ല, നീ എന്ത് തന്നോ അതിലൊക്കെ എനിക്ക് തൃപ്തിയാണ്. അപ്പൊ ആഖിറത്തിലോ നീ എന്ത് തന്നാലും എനിക്ക് തൃപ്തിയാണല്ല. അപ്പൊ അള്ള പറയുന്നൊരു വർത്താനുണ്ട്, എൻ്റെ അടിമയെ, നിന്റെ കണക്ക് പുസ്തകത്തിൽ നീ നരകത്തിലാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഈ മനുഷ്യൻ സബാനിയാക്കളെയൊന്നും നോക്കുന്നില്ല, ഒരൊറ്റ ഓട്ടാണ് നരകത്തിലേക്ക്. എന്റെ റബ്ബ് കൊതിക്കുന്നത്, എന്റെ റബ്ബ് ഇഷ്ടപ്പെടുന്നത്, അല്ലെ, എന്റെ റബ്ബ് ഇഷ്ടപ്പെടുന്നത് ഞാൻ നരകത്തിൽ കിടക്കാനാണെങ്കിൽ ആ നരകത്തിലേക്ക് പടച്ചോൻ പറയണതിന് മുമ്പേ പോകാൻ ഞാൻ തയ്യാറാ. അബുദായത. ആ മനുഷ്യൻ ഓടിയത്രേ. ഓടിച്ചെന്ന് നരകത്തിന്റെ വാതിൽക്കൽ എത്തുമ്പോ അള്ളാഹു നരകത്തിന്റെ തീയെന്ന് അണച്ചു കളഞ്ഞു. സയ്യിദുനാ റസൂലുള്ളാഹ്. നരകത്തീയെ അണച്ചു കളയുന്ന പ്രണയം ആരോട്? ആരോട്? അള്ളാഹിനോട്. എന്റെ റബ്ബ് എനിക്ക് എന്ത് തന്നോ ഞാൻ അതിൽ സംതൃപ്തനാണ്, സംതൃപ്തയാണ്. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീയുള്ളൂ റബ്ബ് എനിക്ക്, നീയല്ലാതെ ആരുമില്ല റബ്ബ് എനിക്ക്, ഞാൻ നിന്റെ അടിമയാണല്ല. മനസ്സറിഞ്ഞൊന്ന് ചൊല്ലിക്ക് ഒരു 33 തവണ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, 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 لا إله إلا الله، 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 لا إله بحق لا إله إلا الله، بحق لا إله إلا الله، بحق لا إله إلا الله. أعلى للإله الحمد في كل لحظة، أعلى ما حبانا نعمة بعد نعمتي. الله 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 സംഗതി ഒരു പാട്ടുപോലെ പാടുന്നുണ്ടെങ്കിൽ എന്താ പറയണേ? അല്ലാ അല്ലാ അല്ലാഹു അല്ലേ. അലൈഹി എന്ന് പറഞ്ഞെന്താ? എൻ്റെ കാര്യമൊക്കെ ഞാൻ ആരെ ഏൽപ്പിക്കുന്നു. പിന്നെ മനസ്സിലുള്ള ടെൻഷനും പാടുണ്ടോ? അടുത്ത മാസം കടം എങ്ങനെ വീട്ടും, വീട് പണി എങ്ങനെ നടക്കും, മോളെ എങ്ങനെ കെട്ടിക്കും, ടെൻഷൻ പാടുണ്ടോ? കാരണം ഞാൻ ആരെ ഏൽപ്പിച്ചു? ഏൽപ്പിക്കേണ്ടതുപോലെ ഏൽപ്പിക്കണം. മനസ്സിലൊന്നുകൂടെ ചൊല്ലിക്ക്. അല്ലാ അല്ലാ അല്ലാഹു, അല്ലാ അല്ലാ അല്ലാഹു,
نعم إنها عند اعتبار التسابها لها أمهات أربع ذات رفعة الله 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 عليه توكلوا هي الأول والباطن الآخر الذي هو الظاهر في الكون من دون خفيتي الله 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 حلو كما الأولان منشأ للولاية كذا الآخران معدن للنبوة الله 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 حق الله 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 اللهم طهر قلوبنا عن غيرك ونفر قلوبنا بنور معرفتك بحق لا إله إلا الله محمد رسول الله صلى الله عليه وسلم اللهم طهر قلوبنا عن غيرك ونفر قلوبنا بنور معرفتك بحق لا إله إلا الله محمد رسول الله صلى الله عليه وسلم ثم ارضى عن النبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم سعد سعيد الزبير طلحة وأبي عبيدة وابن عوف عاشر الكرم مولا يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم പറയണോ? അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ.
ഇന്ന് നമ്മുടെ ദിക്റിലേക്ക് ഒരു കുടുംബം ഭക്ഷണം ഹദിയയായി നൽകിയിട്ടുണ്ട്. അള്ളാഹു അവരുടെ ലക്ഷ്യങ്ങളൊക്കെ പൂർത്തീകരിക്കട്ടെ. ഏത് ലക്ഷ്യത്തിലാണോ ആ ഹദിയ അവർ ഏറ്റെടുത്തത്, അള്ളാഹു റബ്ബുൽ ആലമീൻ ആ മുറാദുകളെല്ലാം ഹാസിലാക്കട്ടെ. അവരുടെ ദുആ വസിയത്ത്, നാഥനായ റബ്ബിനെ പ്രണയിക്കുവാനും മനസ്സിലാക്കുവാനും സൂക്ഷിച്ച് ജീവിക്കുവാനും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയമൊന്ന് തുറന്നു കിട്ടാനും അവനെ ആസ്വദിച്ച് ജീവിക്കാനും ദുആ ചെയ്യണം. അൽഹംദുലില്ലാഹ്. മക്കൾ സ്വാലിഹാകാനും ഭർത്താവിന് വേണ്ടിയും പ്രത്യേകം ദുആ ചെയ്യണം. മരണപ്പെട്ട ഉമ്മക്ക് വേണ്ടി ദുആ ചെയ്യണം. ഇതിലപ്പുറം സന്തോഷം നൽകുന്ന ഒരു ദുആ വസിയത്ത് വേറേതാ? അല്ലാഹു നമുക്കെല്ലാം അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അവരുടെ എല്ലാ ലക്ഷ്യങ്ങളും അല്ലാഹു പൂർത്തീകരിക്കട്ടെ. ആ റബ്ബിനെ തിരിച്ചറിയാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അസുഖങ്ങൾക്ക് അല്ലാഹു ശമനം നൽകുമാറാകട്ടെ. പ്രയാസങ്ങളെല്ലാം അല്ലാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. അതുപോലെ വിദേശത്ത് പോകാനുള്ള പേപ്പർ വർക്കുകൾ പെട്ടെന്ന് റെഡിയാകാനും നല്ലൊരു ജോലി വിദേശത്ത് ശരിയാകാനും തടസ്സങ്ങൾ നീങ്ങുവാനും പ്രത്യേകം ദുആ ചെയ്യാൻ ഹദിയ നൽകിയിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാ തടസ്സങ്ങളും നീക്കി കൊടുക്കുമാറാകട്ടെ. എത്രയും പെട്ടെന്ന് ഹൈറായ തൊഴിൽ ഈ ദിക്ർ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു എളുപ്പമാക്കുമാറാകട്ടെ. മരണപ്പെട്ടുപോയ ബാപ്പക്ക് വേണ്ടി ദുആ ചെയ്യണം. ഞങ്ങളുടെ കുടുംബത്തിന് അസുഖം ശിഫയാകുന്നതിന് വേണ്ടി ദുആ ചെയ്യണം. ഹദിയ നൽകിയിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അസുഖങ്ങൾക്ക് അല്ലാഹു ശമനം നൽകുമാറാകട്ടെ. ഒരു സഹോദരിയുടെ ശരീരത്തിലെ ബുദ്ധിമുട്ട് മാറുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ ഹദിയ നൽകിയിട്ടുണ്ട് 500 രൂപ. അല്ലാഹു പരിപൂർണ്ണ സൗഖ്യം നൽകുമാറാകട്ടെ. കുടുംബത്തിൽ ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യാൻ 500 രൂപ. അല്ലാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. അതുപോലെ റിയാസ് എന്ന സഹോദരന്റെ മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യാൻ 500 രൂപ. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറിടം വിശാലമാക്കുമാറാകട്ടെ. വല്ല പ്രയാസവും ഉണ്ടെങ്കിൽ ആ പ്രയാസം അല്ലാഹു നീക്കി കൊടുക്കുമാറാകട്ടെ. മകളുടെ 4ാമത്തെ ആണ്ടാണ് ദുആ ചെയ്യാൻ ഹദിയ നൽകിയിട്ടുണ്ട്. ആ പ്രിയപ്പെട്ട സഹോദരിയുടെ ഖബർ ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കുമാറാകട്ടെ. കടബാധ്യതയിൽ നിന്ന് മുക്തി ലഭിക്കാനും തൊഴിലിലും കുടുംബത്തിലും ബറക്കത്തിനും അസുഖങ്ങൾ ശിഫയാകാനും പ്രത്യേകം ദുആ ചെയ്യാൻ 500 രൂപ. അല്ലാഹു എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. വിദേശത്തേക്ക് പോയ മകൾക്കും ഭർത്താവിനും ഖൈറും ബറക്കത്തും ഉണ്ടാകാൻ 313 രൂപ സംഭാവന നൽകിയിട്ടുണ്ട്. എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബത്തിൽ ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യാൻ 200 രൂപ. അല്ലാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ പ്രിയപ്പെട്ട നമ്മുടെ സഹോദരൻ അല്ലാഹു റബ്ബുൽ ആലമീൻ അദ്ദേഹത്തിന്റെ എല്ലാ അസുഖങ്ങൾക്കും ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ തുടങ്ങി പ്രത്യേകിച്ച് നമ്മുടെ മഹല്ലിലെ കാരണവന്മാർ നമ്മുടെ മഹല്ലിന്റെ സന്തോഷമാണ്. അവരെ കാണുമ്പോൾ തന്നെ മനസ്സിന് ആനന്ദമാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാവർക്കും, അതിൽ പല ആളുകളും അസുഖബാധിതരാണ്, അല്ലാഹു എല്ലാവർക്കും ആജിലും കാമിലുമായ ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഇന്നത്തെ മജ്ലിസിലേക്ക് ഹദിയ നൽകിയവർ, ഭക്ഷണം നൽകിയവർ, അല്ലാഹു അവരുടെ മുറാദുകൾ ഹാസുലാക്കുമാറാകട്ടെ. മനസ്സിൽ എന്ത് സങ്കടം ഉണ്ടെങ്കിലും ആ സങ്കടം അല്ലാഹു നീക്കി കൊടുക്കട്ടെ. ഏതൊരു അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ടോ ആ അസുഖങ്ങളെല്ലാം അല്ലാഹു നീക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ മുറാദുകളെല്ലാം അല്ലാഹു ഹാസുലാക്കുമാറാകട്ടെ. മനസ്സറിഞ്ഞ് ആമീൻ പറയണം. അല്ലാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുർറാഹിമായ കരുണാവാരിധിയായ അല്ലാഹ്, ഈ സദസ്സ് നീ കബൂൽ ചെയ്യണേ തമ്പുരാനെ. ഇതിന്റെ മിസ്ല് സവാബ് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അവിടുത്തെ തിരുനോട്ടം നൽകണേ അല്ലാഹ്. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ, പാപികളാണ്, ദോഷികളാൻ, ഒരുപാട് പാപങ്ങൾ സംഭവിച്ചു പോയവരാണ് അല്ലാഹ്. നീ പുറത്തു നൽകണേ തമ്പുരാനെ. നീ കൈവെടിഞ്ഞാൽ ഞങ്ങൾക്ക് പോകാൻ ഒരിടമില്ല അല്ലാഹ്. നീ ഞങ്ങളെ ഏറ്റെടുക്കണേ തമ്പുരാനെ. മനസ്സ് സമാധാനം നൽകണേ അല്ലാഹ്. സങ്കടങ്ങൾ അകറ്റണേ അല്ലാഹ്. ടെൻഷൻ ഫ്രീ ആയ കൽബാക്കണേ അല്ലാഹ്. എന്തെല്ലാം പ്രയാസങ്ങൾ ഞങ്ങളുടെ കൽബിലുണ്ടെന്ന് നിനക്കറിയാമല്ലോ അല്ലാഹ്. ഈ
സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാ പ്രയാസങ്ങളും നീ ദൂരീകരിക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവരിൽ പലരും അസുഖബാധിതരാ. ക്യാൻസർ കൊണ്ട്, ട്യൂമർ കൊണ്ട്, മറ്റു പലവിധ അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. മാനസികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്. എല്ലാവർക്കും പരിപൂർണ സൗഖ്യം നൽകണേ അല്ലാ. ആജിലായ ശിഫാ നൽകണേ അല്ലാ. അത്തരം മാരകമായ അസുഖങ്ങളിൽ നിന്ന് നീ ഞങ്ങൾക്ക് കാവൽ നൽകണേ അല്ലാ. ഈ സദസ്സിലേക്ക് ഭക്ഷണം നൽകിയവരുടെ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. ഈ മജ്ലിസിലേക്ക് ഹദിയകൾ ചെയ്തവരുണ്ട്. ഏതെല്ലാം ലക്ഷ്യത്തിലാണോ ആ ഹദിയകൾ നൽകിയിട്ടുള്ളത്, ആ മുറാദുകളെല്ലാം നീ ഹാസിലാക്കണേ അല്ലാ. കരുണക്കടലായ റബ്ബേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഐക്യം നിലനിർത്തണേ അല്ലാ. ഛിദ്രതകളിൽ നിന്ന് കാവലേകണേ അല്ലാ. പൊന്നുമക്കളെ നേർവഴിയിലാക്കണേ അല്ലാ. മോശമായ കാലഘട്ടത്തിൽ ഹറാമായ കൂട്ടുകെട്ടുകളിൽ പെട്ടുപോകുന്നതിൽ നിന്ന് അസ്ഹാബുൽ ബദരീങ്ങളുടെ കാവൽ നീ ഞങ്ങളുടെ സന്താനങ്ങൾക്ക് നൽകണേ അല്ലാ. അർഹമുർറാഹിമായ റബ്ബേ, മക്കളില്ലാതെ വേദനിക്കുന്നവരുണ്ട്. സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ നൽകണേ അല്ലാ. അവരുടെ കണ്ണുനീർ നീ തുടയ്ക്കണേ അല്ലാ. യാ റബ്ബന, ഞങ്ങളുടെ തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. വിദേശത്തേക്ക് പോകാനിരിക്കുന്നവരുണ്ട്, ഖൈറായ തൊഴിൽ നൽകണേ അല്ലാ. യാ റബ്ബന, സിഹറുകൾ, കണ്ണേറുകൾ ബാത്തിലാക്കണേ അല്ലാ. കടബാധ്യതകളെല്ലാം നീ ഏറ്റെടുക്കണേ അല്ലാ. മരിച്ചു മയ്യത്തായി കിടക്കുമ്പോ കടം തന്ന ആളുകൾ വന്ന് മയ്യത്തിന് വില പറയുന്ന ഗതികേട് നൽകല്ലേ അല്ലാ. നാണം കെടുന്നൊരവസ്ഥയിൽ നിന്ന് കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. കരുണക്കടലായ റബ്ബേ, പടച്ചവനെ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവരിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരിൽ പല ആളുകളും പലവിധ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാ. ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാ പ്രയാസങ്ങളും ദൂരീകരിക്കണേ അല്ലാ. യാ റബ്ബന, നിന്റെ പരിശുദ്ധമായ കഅബാലയം കാണാതെ ലോകത്തിന്റെ നേതാവ് താജ്ദാരെ മദീന മുഹമ്മദുർ റസൂലുള്ളാഹ്, ആ ഹബീബിന്റെ പച്ചക്കുബ്ബ കാണാതെ ഞങ്ങൾ റൂഹ് നീ പിടിക്കല്ലേ അല്ലാ. കൽബൊന്ന് നന്നാക്കണേ അല്ലാ. നിന്നിലേക്കൊന്ന് തുറന്നു തരണേ അല്ലാ. നിന്റെ സ്നേഹം ആസ്വദിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. പല ദിക്കുകളിൽ നിന്ന് ഈ സദസ്സിലേക്ക് ഓടി വന്നവരുണ്ട്. അവരുടെ മനസ്സിലുള്ള വ്യഥകളെല്ലാം നീ അകറ്റണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സന്താനങ്ങൾ, സഹോദരങ്ങൾ എല്ലാവരുടെയും ഖബറിടം നീ വെളിച്ചമാക്കണേ അല്ലാ. എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല. ഈമാൻ സലാമത്താക്കണേ അല്ലാ. ഞങ്ങൾ ആരെയും നീ പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നിന്റെ ത്വാഅത്തിൽ നൽകണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ ഖൽഖായ സയ്യിദുനാ റസൂലുള്ളാഹ് തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണേ അല്ലാ. നാളെ മഹ്ശറിൽ വിയർപ്പിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുമ്പോ ആരാരും തുണയില്ലാത്ത സമയത്ത്, പൊന്നുമ്മ പോലും തിരിഞ്ഞു നോക്കാത്ത സമയത്ത്, സയ്യിദുൽ അംബിയാ താജ്ദാരെ മദീന മുഹമ്മദുർ റസൂലുള്ളാഹ് മുത്തായ തങ്ങളുടെ ശഫാഅത്തിൽ നീ ഒരുമിപ്പിക്കണേ അല്ലാ. ആ നൂറ് മുഹമ്മദിൽ ലയിച്ചിരിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. എല്ലാത്തിലുമുപരി നിന്റെ അടിമയായ ഞങ്ങൾക്ക് നിന്നെയൊന്ന് കാണാൻ വല്ലാത്ത കൊതിയുണ്ട് റബ്ബേ. നീ ഞങ്ങളിൽ നിന്ന് മുഖം തിരിക്കല്ലേ അല്ലാ. നിന്റെ കാരുണ്യം കൊണ്ട് ആ തിരുദർശനത്തിന് നീ സൗഭാഗ്യം നൽകണേ അല്ലാ. ഈ സദസ്സിൽ വന്നിരുന്നവരെ ഒരു കാരണം കൊണ്ടും നീ നിരാശപ്പെടുത്തല്ലേ അല്ലാ. എല്ലാ ഹൈറായ ലക്ഷ്യങ്ങളും നീ പൂർത്തീകരിക്കണേ അല്ലാ. റജബിലും ശഅബാനിലും ബറക്കത്ത് ചെയ്യണേ അല്ലാ. റമളാനിന് മുമ്പ് ഞങ്ങളെ റൂഹ് നീ പിടിക്കല്ലേ അല്ലാ. ഈ ബറക്കത്തിന്റെ ഭക്ഷണത്തിൽ നീ ശിഫാ നൽകണേ അല്ലാ. കഴിക്കുന്നവർക്കെല്ലാം രോഗശമനം നൽകണേ അല്ലാ. ഈ സദസ്സ് ഖിയാമത്ത് വരെ നിലനിർത്തണേ അല്ലാ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. والسلام عليكم ورحمة الله.